ഞാനിപ്പോൾ നിൽക്കുന്നത് റാസൽ ഖൈമയ്ക്ക് അടുത്തുള്ള ജബൽ എന്ന് പറയുന്ന ഒരു മലനിരകളിലേക്കുള്ള യാത്രയിൽ ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാനായിട്ട് കയറിയത്. ആ പെട്രോൾ പമ്പിൽ കണ്ട ഒരു ടോയ്ലറ്റ് സമുച്ചയമാണിത്. ഈ ടോയ്ലറ്റ് സമുച്ചയത്തിൽ ഈ ഇത്രയും വൃത്തിയിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ 5 സ്റ്റാർ ഹോട്ടലുകളിലോ അല്ലെങ്കിൽ 7 സ്റ്റാർ ഹോട്ടലുകളിലോ പോലും ഇത്രയും വൃത്തിയിലൊരു ടോയ്ലറ്റ് സൂക്ഷിച്ചിട്ടുള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇതൊരു ടോയ്ലറ്റാണ്, വിശ്വസിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ അത്രയേറെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ആണ് ഈ ടോയ്ലറ്റ് സൂക്ഷിച്ചിട്ടുള്ളത്. ടോയ്ലറ്റ് മാത്രമല്ല, ഈ പമ്പിൻ്റെ പ്രമിസസ് എല്ലാം അങ്ങനെ തന്നെയാണ്. ഒരു ഇലയോ ഒരു കടലാസോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വേസ്റ്റോ ഇവിടെ ഇല്ല. അതുപോലെ ഇതിന് ചുറ്റും നോക്കുക. മലനിരന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് കൂമ്പാരം കൂട്ടി വെച്ച ഒരേ സമയത്ത് മനോഹരമായ ഒരു ഭൂപ്രകൃതി ആണ് ഇത്. ഈ മരുഭൂമിയിൽ മറ്റൊരിടത്ത് കാണാനായിട്ട് സാധിക്കില്ല. ജബേൽ ജെയ്സ് എന്നാണ് ഈ പ്രദേശത്തിൻ്റെ പേര്. ഈ ജബേൽ ജെയ്സ് വളരെ മനോഹരമാണ്. 4 ചുറ്റും മലനിരകളാണ്. 4 ചുറ്റും മലനിരകൾ. മല എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ മല എന്ന് പറയുമ്പോൾ ആ മലയും അതിൻ്റെ താഴ്വാരം, അവിടെ വൃക്ഷലതാദികൾ, അതുപോലെ തന്നെ വെള്ളം, ഇതെല്ലാം ഒരു മലയോട് ചുറ്റിപ്പറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മരുഭൂമിയാണ്. മരുഭൂമിയിൽ ഈ ചെറിയ കുറ്റിച്ചെടികൾ പോലും ഇല്ല. വളരെ അപൂർവമാണ് ചെടികൾ. പക്ഷേ വളരെ ഉയരത്തിലിങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഈ മണ്ണിൻ്റെ കൂമ്പാരം, അതിന് മണ്ണുമലകളാണ്. ആ മണ്ണുമലകളാണ് കാണാനായിട്ട് പറ്റുന്നുള്ളൂ. അവിടെ വൃക്ഷലതാദികളോ അതുപോലെ തന്നെ പുൽപ്പടർപ്പുകളോ ഒന്നുമില്ല. കല്ലും കട്ടയും പോലും ഇല്ല. വെറും പൊടിമണ്ണ് ഇങ്ങനെ കൂടിക്കിടക്കുന്ന ഒരു പ്രദേശം. ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത ഇവിടെ നിയമങ്ങളാണ്. ആ നിയമം വളരെ കർശനമായതുകൊണ്ട് തന്നെ ഈ പ്രദേശം വളരെ ഭംഗിയായി സൂക്ഷ്മതയോടെ പരിപാലിക്കുന്നുണ്ട് എന്ന് മാത്രം. എല്ലായിടത്തും നിയമം പാലിച്ചുകൊണ്ടാണ് ആളുകൾ പ്രവർത്തിക്കുന്നത്. അതാണ് ഈ രാജ്യത്തിൻ്റെ ഇത്രയേറെ സഞ്ചാരികൾ വരാനൊക്കെയുള്ള കാരണം. അപ്പോൾ ജബേൽ ജെയ്സിൽ നിന്നാണ് ഇപ്പോൾ ഞാനിത് പറയുന്നത്. ജബേൽ ജെയ്സ് പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. റാസൽ ഖൈമയ്ക്ക് അടുത്താണ്.